ഇന്നലെ പറഞ്ഞില്ലേ പാൽ സർബത്ത് പറഞ്ഞില്ലേ ബിരിയാണി കഴിച്ചിട്ട് പാൽ സർബത്ത് സംഭവം ആദ്യമായിട്ടാണ്. അല്ല അത് സിനിമയുടെ സർപ്രൈസ് സ്പോയിലറൊന്നും പറയണ്ട. ഇത് ശരൺ പറഞ്ഞൊരു പുതുമുഖ സംവിധായകന്റെ വിജയമാണ്. ഒരാൾ അത് ഭയങ്കര പ്രൗഡായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. രാഹുൽ സിനിമ അങ്ങനെ കുറച്ച് നാളായിട്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ലെന്നുള്ളൂ അല്ലേ? അതാ താരങ്ങളാണ്. ഭയങ്കര ഗംഭീര പെർഫോമൻസാണ് അപ്പം എന്താ പറയുക, വളരെ സന്തോഷം. ഇപ്പം പുതുമുഖ സംവിധായക ശരൻ്റെ വിളഞ്ഞാട്ടം അല്ലേ ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഇമോഷൻസും ഉണ്ട്. അതായത് ജോസഫിന് ശേഷം എനിക്ക് ചേട്ടൻ്റെ നമ്മുടെ ഫുള്ള് ഫേഷ്യൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തുള്ളൊരു ഓരോ സീനും ഭയങ്കര ലൈഫും ഉണ്ടായിരുന്നു. എല്ലാവരും മ്യൂസിക് ഭയങ്കര ഇൻഡെപ്ത് ആയിരുന്നു. അതായത് എല്ലാത്തിനും ഓരോ ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ശരൺ ബേസിക്കലി എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ടത് ശരണിന്റെ ലൈഫാണോ. ഞങ്ങളെല്ലാവരും ശരണിനോട് ചോദിക്കുന്നുണ്ട്. അല്ല അത് ശരിക്കും അങ്ങനെയാണ്. ഒരു നടന്ന കഥ പോലെ, സ്വന്തം വീട്ടിൽ നടന്ന പോലെ, നമുക്ക് റിലേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഡയറക്ടർ അയാൾ ഒരു കഥയെടുത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ്. ഭയങ്കര ഒരു ക്രിഞ്ചില്ലാതെ അങ്ങനെ ആ ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഡ്രാമ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഡയലോഗിൽ പോലും അതില്ല. വെരി മെച്ചോർഡ് ആയിട്ടുള്ള ഇത് ഈ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നാരായണൻ്റെ മക്കൾ ഉറപ്പായിട്ടും അത് മലയാള സിനിമയിൽ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നൊരു സിനിമ തന്നെയായിരിക്കും. മിസ്റ്റർ ബോബി കുര്യൻ എന്ന് തോന്നുന്നു. ഇനി അതിനപ്പുറത്തേക്ക് വേറെ വാക്കില്ല. ബോബി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വാക്കില്ല. ജോയിച്ചേട്ടാ ഈ മധുരത്തിന് ശേഷം ഇതേപോലത്തെ റോൾ ആദ്യമായിട്ടാണ് പിന്നീട് വരുന്നത് എനിക്ക് തോന്നുന്നു. മധുരം അതേപോലത്തെ ഒരു റിലേഷൻഷിപ്പിനൊക്കെ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുള്ളൂ. റിലേഷൻഷിപ്പ് എഫെമറൽ, അതേപോലെ ബന്ധങ്ങൾ ഒരു ബൗണ്ടറീസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്, അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ നോക്കുമ്പോൾ തന്നെ എല്ലാം അതിൻ്റെ A to Z കാര്യങ്ങൾ ഡയറക്ടറുടെ പടമാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമയാണ്. ഇത് ആ പറഞ്ഞ വാക്കുകളും എല്ലാം ആ വാക്ക് പഠിക്കാൻ തന്നെ ഞാൻ സമയമെടുത്തു. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി. നല്ല നൈസ്. താങ്ക്സ്.